എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ കേരള PSCയുടെ പരീക്ഷകളിൽ സ്ഥിരം കാണാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള ഏതാനും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായും എത്രയായാണ് തരംതിരിക്കുന്നത്? രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു: പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് നോക്കാം. വളരെ കാലമായി മനുഷ്യൻ പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന, വ്യാപകമായി സ്വീകരിക്കപ്പെട്ടതും നിലവിൽ ലോകത്തിലെ ഭൂരിഭാഗം ഊർജ്ജ ആവശ്യങ്ങളും നിറവേറ്റുന്നതുമായ സ്രോതസ്സുകളാണിവ. ഇവയിൽ ഭൂരിഭാഗവും പുനരുപയോഗിക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ ഫോസിൽ ഇന്ധനങ്ങളാണ്. അവയ്ക്കുദാഹരണമാണ് കൽക്കരി, പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ജലവൈദ്യുതി, ആണവോർജം തുടങ്ങിയവ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പെട്രോളിയം, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ജലവൈദ്യുതി, ആണവോർജം തുടങ്ങിയവ. പുനരുപയോഗം സാധ്യമല്ലാത്ത ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുനരുപയോഗിക്കാനാവുന്നതും എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നതുമായ ഊർജ്ജത്തിനൊരു പ്രധാന ഉദാഹരണമാണ് ജലവൈദ്യുത പദ്ധതി. വലിയ അണക്കെട്ടുകളിൽ നിന്നും ജലസംഭരണികളിൽ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതി പുനരുപയോഗം സാധ്യമല്ലാത്ത ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുനരുപയോഗിക്കാവുന്നതും എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നതുമായ ഊർജ്ജത്തിനൊരു പ്രധാന ഉദാഹരണമാണ്. അടുത്തായി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. സമീപകാലത്ത് മാത്രമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്തതും നിലവിൽ പാരമ്പര്യ സ്രോതസ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോകത്ത് കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നതുമായ സ്രോതസ്സുകളാണിവ. ഇവ കൂടുതലും പുനരുപയോഗിക്കാൻ കഴിയുന്ന റിന്യൂവബിൾ എനർജിയാണ്. പരിസ്ഥിതി സൗഹൃദപരവുമായ എനർജിയാണിത്. ഇവയ്ക്കുദാഹരണമാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഭൗമതാപോർജം, ബയോമാസ് ഊർജം, തിരമാലയിൽ നിന്നും സമുദ്രത്തിൽ നിന്നുമുള്ള ഊർജം, ടൈഡൽ ആൻഡ് ഓഷ്യൻ എനർജി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, താപോർജം അഥവാ ജിയോ തെർമൽ എനർജി, ബയോമാസ് ഊർജം, തിരമാല സമുദ്ര ഊർജം, ടൈഡൽ ആൻഡ് ഓഷ്യൻ എനർജി. അടുത്ത ചോദ്യം, പ്രധാന പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജം. ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജം എന്നിവയാണ് പ്രധാന പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങൾ. പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങൾ പ്രധാനമായും താഴെ പറയുന്നവയാണ്. ഇവ പതിറ്റാണ്ടുകളായി ലോകത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിനായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതാണ്. ആദ്യമായി കൽക്കരി. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം വൈദ്യുതി നിലയങ്ങളിലും കൽക്കരി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൽക്കരി കത്തിച്ച് വെള്ളം തിളപ്പിക്കുകയും ആ നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് പ്രകൃതിവാതകം. കൽക്കരിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശുദ്ധമായ ഇന്ധനമാണിത്. ഗ്യാസ് ടർബൈനുകളോ സ്റ്റീം ടർബൈനുകളോ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അടുത്തതായി പെട്രോളിയം, ഡീസൽ. വലിയ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പ്രധാനമായും വിദൂര പ്രദേശങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങളിലോ ആണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ജലവൈദ്യുത പദ്ധതി. വലിയ ഡാമുകളിലെ സംഭരിച്ച ജലം താഴേക്ക് ഒഴുക്കി ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പുനരുപയോഗ ഊർജ്ജമാണെങ്കിലും ഉപയോഗത്തിലെ പാരമ്പര്യം കാരണം പരമ്പരാഗത സ്രോതസ്സുകളുടെ കൂട്ടത്തിൽ പെടുന്നു. ആണവോർജം. യുറേനിയം പോലുള്ള ഇന്ധനങ്ങൾ ആണവ റിയാക്ടറുകളിൽ ഫിഷൻ നടത്തി താപോർജം ഉൽപ്പാദിപ്പിക്കുകയും ഈ താപം ഉപയോഗിച്ച് ടർബൈനുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രധാന പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജം എന്നിവയൊക്കെയാണ് പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ. പ്രധാനമായും താഴെ പറയുന്നവയാണ്. പതിറ്റാണ്ടുകളായി ലോകത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നവയാണ് കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം, ഡീസൽ, ജലവൈദ്യുതി,
ആണവോർജം എന്നിവയൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? ജലത്തിൽ നിന്ന്. ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നാണ്. ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ജലവൈദ്യുത പദ്ധതികളാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിന് സ്വന്തമായി താപവൈദ്യുത നിലയങ്ങൾ ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് കായംകുളം താപവൈദ്യുത നിലയങ്ങൾ പോലെ താപവൈദ്യുത നിലയങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ നിന്നുള്ള ഉൽപ്പാദനം ജലവൈദ്യുതിയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കൂടാതെ കേരളത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സംസ്ഥാനത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ കേന്ദ്ര പൂളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുകയാണ് പതിവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം താപവൈദ്യുതി, തെർമൽ പവർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തെർമൽ പവറിൽ നിന്നുമാണ്, താപവൈദ്യുതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. ഉപയോഗിക്കുന്ന മൊത്തം വൈദ്യുതിയുടെ 65% മുതൽ 70% വരെ ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. താപവൈദ്യുതി ഉൽപ്പാദനത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് കൽക്കരിയാണ്. ഇന്ത്യയിലെ താപവൈദ്യുതിയുടെ 91%-ലധികവും കൽക്കരി അധിഷ്ഠിതമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം താപവൈദ്യുതി, തെർമൽ പവർ. ഇന്ത്യയുടെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവനസമുദ്ര. ശിവനസമുദ്രയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മേജർ, പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതി. കർണാടകയിലെ കാവേരി നദിയിൽ ശിവനസമുദ്ര വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രവർത്തനം ആരംഭിച്ചത് 1902-ലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ചെറിയ ജലവൈദ്യുത നിലയം സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് 1897-ൽ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ സിന്ദ്രപോങ്ങിലാണ് സ്ഥാപിച്ചത്. എന്നാൽ ഒരു മേജർ അഥവാ വലിയ പദ്ധതിയായി കണക്കാക്കുന്നത് ശിവനസമുദ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറിയ ജലവൈദ്യുത നിലയം 1897-ൽ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ സിന്ദ്രപോങ്ങിലാണ് സ്ഥാപിച്ചത്. പക്ഷേ ഒരു മേജർ അഥവാ വലിയ പദ്ധതിയായി കണക്കാക്കുന്നത് ശിവനസമുദ്രയാണ്. കർണാടകയിലെ കാവേരി നദിയിൽ ശിവനസമുദ്ര വെള്ളച്ചാട്ടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ശിവനസമുദ്രയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി. 1902-ലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. 1975-ലായിരുന്നു NHPC, നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത്. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. രാജ്യത്ത് ജലവൈദ്യുതി വികസനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975-ലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ദാമോദർ വാലി പ്രൊജക്റ്റ്. ദാമോദർ വാലി പ്രൊജക്റ്റാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. സ്ഥാപിതമായത് 1948-ലാണ്. ദാമോദർ നദിയിൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, മണ്ണ് സംരക്ഷണം, മത്സ്യകൃഷി, ഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണ് ദാമോദർ വാലി പ്രൊജക്റ്റ്. സ്ഥാപിതമായത് 1948-ലാണ്. ദാമോദർ നദിയിൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതി ഭക്ര നംഗൽ പ്രൊജക്റ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതി. സത്ലജ് നദിയിലാണ് ഈ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഭക്ര ഡാമും പഞ്ചാബിലെ നംഗൽ ബാരേജും ചേർന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്ക് ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, കുടിവെള്ള വിതരണം എന്നിവയാണ്
പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്? ഭക്രാനങ്കൽ പ്രോജക്റ്റ് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നേർ ഗ്രാവിറ്റി ഡാം, ഹയസ്റ്റ് സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ഡാം കൂടിയാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടും ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ഭക്രാനങ്കൽ പ്രോജക്റ്റ്. സത്ലജ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ ഭക്ര ഡാമും പഞ്ചാബിലെ നങ്കൽ ബാരേജും ചേർന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്ക് ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, കുടിവെള്ള വിതരണം എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നേർ ഗ്രാവിറ്റി ഡാം, ഹയസ്റ്റ് സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ഡാമാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടും ഭക്രാനങ്കൽ പ്രൊജക്റ്റാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം അഥവാ ജലസംഭരണി ഏതാണ്? ഗോവിന്ദ് സാഗർ തടാകം. ഗോവിന്ദ് സാഗർ തടാകമാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം. ഇതൊരു പ്രകൃതിദത്തമായ തടാകമല്ല, മറിച്ച് അണക്കെട്ട് നിർമ്മാണ ഫലമായി രൂപം കൊണ്ട കൃത്രിമ തടാകമാണ്. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ, ഉന ജില്ലകളിലായി സത്ലജ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിഖ് മതത്തിലെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ സ്മരണാർത്ഥമാണ് ഈ തടാകത്തിന് ആ പേര് നൽകിയത്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം അല്ലെങ്കിൽ ജലസംഭരണി ഏതാണെന്ന് ചോദിച്ചാൽ ഗോവിന്ദ് സാഗർ തടാകമാണ്. ഇതൊരു പ്രകൃതിദത്ത തടാകമല്ല, മറിച്ച് അണക്കെട്ട് നിർമ്മാണ ഫലമായി രൂപം കൊണ്ട കൃത്രിമ തടാകമാണ്. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ, ഉന ജില്ലകളിലായി സത്ലജ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇന്ദിരാസാഗർ അണക്കെട്ട്. ഇന്ദിരാസാഗർ അണക്കെട്ടാണ് സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. മധ്യപ്രദേശിൽ നർമ്മദ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തെഹ്രി അണക്കെട്ടാണ് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാക്കുഡ് അണക്കെട്ടാണ് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇന്ദിരാസാഗർ അണക്കെട്ട്, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്, ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ദിരാസാഗർ അണക്കെട്ട് സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ അണക്കെട്ട്. മധ്യപ്രദേശിലെ നർമ്മദ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭഗീരഥി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ തെഹ്രി അണക്കെട്ട് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. മഹാനദിയിൽ, ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാക്കുഡ് അണക്കെട്ട് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാസാഗർ ഡാം ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? ഭക്ര അണക്കെട്ട്. ഭക്ര അണക്കെട്ടാണ് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് അതിർത്തിയിൽ സത്ലജ് നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു നേർ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, സ്ട്രെയിറ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി ഡാം ആണെങ്കിലും അതൊരു റോക്ക് ഫിൽ അണക്കെട്ടാണ്, കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം അല്ല. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഭക്ര അണക്കെട്ടാണ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് അതിർത്തിയിൽ സത്ലജ് നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി ഡാം ആണെങ്കിലും അതൊരു റോക്ക് ഫിൽ അണക്കെട്ടാണ്, കോൺക്രീറ്റ് ഡാം അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് ഉപയോഗിച്ച ഗ്രാവിറ്റി ഡാം ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് ഉപയോഗിച്ച ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ അണക്കെട്ടാണ്. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിൽ ഉപയോഗിച്ച കോൺക്രീറ്റിൻ്റെ അളവനുസരിച്ച് അമേരിക്കയിലെ ഗ്രാൻഡ് കൂളി ഡാമിന് ശേഷം ലോകത്തിലെ 2ാമത്തെ വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് ഉപയോഗിച്ച ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ അണക്കെട്ട്. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിൽ ഉപയോഗിച്ച കോൺക്രീറ്റിൻ്റെ അളവനുസരിച്ച് അമേരിക്കയിലെ ഗ്രാൻഡ് കൂളി ഡാമിന് ശേഷം ലോകത്തിലെ 2ാമത്തെ വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? ചെറുതോണി ഡാം. ചെറുതോണി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഉയരം ഏകദേശം 138 മീറ്റർ അഥവാ 453 അടിയാണ്. ഇത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ 3 പ്രധാന അണക്കെട്ടുകളിൽ ഒന്നാണ്.
മറ്റുള്ളവ ഇടുക്കി ആർച്ച് ഡാമും കുളമാവ് ഡാമുമാണ്. ഇടുക്കി ഡാം ഒരു ആർച്ച് ഡാം ആയതുകൊണ്ട് ഗ്രാവിറ്റി ഡാമുകളുടെ കൂട്ടത്തിൽ ചെറുതോണിയാണ് കേരളത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതും. ഇടുക്കി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ അഥവാ സ്പിൽവേ സ്ഥിതി ചെയ്യുന്നതും ചെറുതോണി ഡാമിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ചെറുതോണി ഡാമാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ 3 പ്രധാന അണക്കെട്ടുകളിൽ ഒന്നാണിത്. ഇടുക്കി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ സ്പിൽവേ സ്ഥിതി ചെയ്യുന്നതും ചെറുതോണി ഡാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസനറി അണക്കെട്ട് നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസനറി അണക്കെട്ട്. തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയ്ക്കും ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയ്ക്കും ഇടയിലായി കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേസനറി അണക്കെട്ടുകളിൽ ഒന്നാണ്. കല്ലും ഇഷ്ടികയും മൺകൂട്ടും ഉപയോഗിച്ചാണ് പ്രധാനമായും ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, കുടിവെള്ള വിതരണം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. മുല്ലപ്പെരിയാർ ഡാമും മേസനറി ഡാമാണെങ്കിലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നാഗാർജുന സാഗർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസനറി അണക്കെട്ട് നാഗാർജുന സാഗർ ഡാം. തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയ്ക്കും ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയ്ക്കും ഇടയിലായി കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാമും മേസനറി ഡാമാണെങ്കിലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നാഗാർജുന സാഗർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? കോസി പ്രൊജക്റ്റ്, ഗണ്ഡക് പ്രൊജക്റ്റ്, മഹാകാളി പ്രൊജക്റ്റ്, അരുൺ 3 പ്രൊജക്റ്റ്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത ജലവൈദ്യുത പദ്ധതികളാണ് കോസി പ്രൊജക്റ്റ്, ഗണ്ഡക് പ്രൊജക്റ്റ്, മഹാകാളി പ്രൊജക്റ്റ്, അരുൺ 3 പ്രൊജക്റ്റ്. കോസി പ്രൊജക്റ്റ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ സംയുക്ത പദ്ധതികളിൽ ഒന്നാണിത്. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗണ്ഡക് പ്രൊജക്റ്റ് ഗണ്ഡക് നദിക്ക് കുറുകെയുള്ള ഈ പദ്ധതിയും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഒരു പ്രധാന സംയുക്ത പദ്ധതിയാണ്. ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇത് സഹായിക്കുന്നു. മഹാകാളി പ്രോജക്റ്റ് ശാരദ തനക്പൂർ ബാരേജ് കൂടാതെ 6480 മെഗാവാട്ട് ശേഷിയുള്ള പഞ്ചേശ്വർ ബഹുമുഖ പദ്ധതി എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഉടമ്പടിയാണിത്. ഇതിൻ്റെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ പുരോഗമിക്കുകയാണ്. അരുൺ 3 ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ സത്ലജ് ജൽ വിദ്യുത് നിഗം SJVN നേപ്പാളിൽ നടപ്പിലാക്കുന്ന ഒരു 900 മെഗാവാട്ട് പദ്ധതിയാണിത്. ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പ്രധാന സംയുക്ത സംരംഭമാണ്. ഇതുകൂടാതെ അപ്പർ കർണാലി, വെസ്റ്റ് സേതി, ഫുക്കോട്ട് കർണാലി തുടങ്ങിയ മറ്റ് വലിയ പദ്ധതികളും ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സഹകരണത്തോടെ വികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത ജലവിദ്യുത പദ്ധതികളാണ് കോസി പ്രോജക്റ്റ്, ഗണ്ഡക് പ്രോജക്റ്റ്, മഹാകാളി പ്രോജക്റ്റ്, അരുൺ 3 പ്രോജക്റ്റ്. അൽമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയിലാണ് അൽമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടി അണക്കെട്ട് കർണാടക സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. നാഗാർജുന സാഗർ അണക്കെട്ട് തെലങ്കാന, ആന്ധ്രാപ്രദേശ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദ നദിയിലാണ് ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് മധ്യപ്രദേശിലെ ഗണ്ഡ്വ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓംകാരേശ്വർ ക്ഷേത്രത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ അണക്കെട്ടിന് പേര് ലഭിച്ചത്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ. 1958 മാർച്ച് 31 കനാൽ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളായ ഥാർ മരുഭൂമിയിലേക്ക് സത്ലജ്, ബിയാസ് നദികളിൽ നിന്ന് വെള്ളം എത്തിച്ച് ജലസേചന സൗകര്യവും കുടിവെള്ളവും നൽകുക എന്നതാണ് ഈ കനാലിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ കനാൽ മുമ്പ് രാജസ്ഥാൻ കനാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1984 നവംബർ 2 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജസ്ഥാൻ കനാലിൻ്റെ പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിൽ ഒന്നുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. 1958 മാർച്ച് 31 കനാൽ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്.
രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളായ ധാർ മരുഭൂമിയിലേക്ക് സത്ലജ്, ബിയാസ് നദികളിൽ നിന്ന് വെള്ളം എത്തിച്ച് ജലസേചന സൗകര്യവും കുടിവെള്ളവും നൽകുക എന്നതാണ് ഈ കനാലിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ കനാൽ മുമ്പ് രാജസ്ഥാൻ കനാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1984 നവംബർ 2 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജസ്ഥാൻ കനാലിൻ്റെ പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇതുകൂടാതെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് ഏതാണ്? ജൻഝാവതി ഡാം. ജൻഝാവതി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട്. ആന്ധ്രാപ്രദേശിലെ ജൻഝാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണത്. ആന്ധ്രാപ്രദേശിലെ ജൻഝാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ജൻഝാവതി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ അണക്കെട്ട് ഏതാണ്? ഗയാജി ഡാം. ഗയാജി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ അണക്കെട്ട്. ബീഹാർ സംസ്ഥാനത്തെ ഗയ ജില്ലയിൽ ഫൽഗു നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാമാണ്. ബീഹാർ സംസ്ഥാനത്തെ ഗയ ജില്ലയിൽ ഫൽഗു നദിക്ക് കുറുകെ നിർമ്മിച്ച ഗയാജി ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ അണക്കെട്ട്. മൈസൂരിലെ പ്രസിദ്ധമായ വൃന്ദാവൻ പൂന്തോട്ടത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? കൃഷ്ണരാജസാഗർ അണക്കെട്ട്. മൈസൂരിലെ പ്രസിദ്ധമായ വൃന്ദാവൻ പൂന്തോട്ടം, വൃന്ദാവൻ ഗാർഡൻസിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് കൃഷ്ണരാജസാഗർ അണക്കെട്ട്. കാവേരി നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ മൈസൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിൻ്റെ എഞ്ചിനീയറായിരുന്ന സർ എം വിശ്വേശ്വരയ്യയുടെ പേരുമായി ബന്ധപ്പെടുത്തിയും ഈ അണക്കെട്ടിൻ്റെ പേര് പറയാറുണ്ട്. മൈസൂരിലെ പ്രസിദ്ധമായ വൃന്ദാവൻ പൂന്തോട്ടത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് കൃഷ്ണരാജസാഗർ അണക്കെട്ട്. കാവേരി നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ടിൻ്റെ എഞ്ചിനീയറായിരുന്ന സർ എം വിശ്വേശ്വരയ്യയുടെ പേരിലും ഈ അണക്കെട്ട് അറിയപ്പെടാറുണ്ട്. അടുത്ത ചോദ്യം, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബിയാസ് നദി. ബിയാസ് നദിയിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തെ കാംഗ്ര ജില്ലയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ബിയാസ് ഡാം എന്നും വിളിക്കാറുണ്ട്. കൂടാതെ ഈ അണക്കെട്ട് കാരണം രൂപപ്പെട്ട തടാകം മഹാറാണ പ്രതാപ് സാഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബിയാസ് നദി. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലെ കാംഗ്ര ജില്ലയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ബിയാസ് ഡാം എന്നും വിളിക്കാറുണ്ട്. കൂടാതെ ഈ അണക്കെട്ട് കാരണം രൂപപ്പെട്ട തടാകം മഹാറാണ പ്രതാപ് സാഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് ഏതാണ്? താപവൈദ്യുത നിലയം. താപവൈദ്യുത നിലയങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് കൽക്കരി അധിഷ്ഠിത താപവൈദ്യുതി നിലയങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ് പ്രധാനമായും താപവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 70% മുതൽ 75% വരെ കൽക്കരി ഉപയോഗിച്ചുള്ള താപവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇക്കാരണത്താൽ കൽക്കരി തന്നെയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ഊർജ്ജ സ്രോതസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ താപവൈദ്യുത നിലയം സിംഗിൾ തെർമൽ പവർ പ്ലാന്റ് മധ്യപ്രദേശിലെ വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് താപവൈദ്യുതി നിലയങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് കൽക്കരി അധിഷ്ഠിത താപവൈദ്യുതി നിലയങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ് പ്രധാനമായും താപവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ താപവൈദ്യുത നിലയം സിംഗിൾ തെർമൽ പവർ പ്ലാന്റ് മധ്യപ്രദേശിലെ വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷനാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏതാണ്? കൽക്കരി. കൽക്കരിയാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ മറ്റ് ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയേക്കാൾ വളരെ വലിയ ശേഖരം കൽക്കരിക്കുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കൽക്കരിയാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം കൽക്കരിയാണ്. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ മറ്റ് ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയേക്കാൾ വളരെ വലിയ ശേഖരം കൽക്കരിക്കുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കൽക്കരിയാണ്. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? റാണിഗഞ്ച്, ഝാരിയ, ധൻബാദ്, ബൊക്കാറോ. റാണിഗഞ്ച്, ഝാരിയ, ധൻബാദ്, ബൊക്കാറോ എന്നിവയാണ് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങൾ. അടുത്തതായി പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജാർഖണ്ഡ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ശേഖരവും ഉൽപ്പാദനമുള്ള സംസ്ഥാനമാണിത്. പ്രധാന പ്രദേശങ്ങൾ ഝാരിയ, ബൊക്കാറോ, ധൻബാദ്, ഗിരിദിഹ്, കരൺപുര എന്നിവയാണ്. ഒഡീഷ പ്രധാന പ്രദേശങ്ങൾ താൽച്ചർ, ഹിംഗിർ, രാംപൂർ. ഛത്തീസ്ഗഡ് പ്രധാന പ്രദേശങ്ങൾ കോർബ, റായ്ഗഡ്, സർഗുജ. പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയായ റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഇവയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൽക്കരി ഖനിയായ റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. മധ്യപ്രദേശ് പ്രധാന പ്രദേശങ്ങൾ സിംഗ്രൗളി, സുഹാഗ്പൂർ. തെലങ്കാന പ്രധാന പ്രദേശങ്ങൾ ഗോദാവരി വാലി കോൾഫീൽഡ്സ്, ഗോദാവരി വാലി കോൾഫീൽഡ്സ്. അത് സിംഗരേണി എന്ന പേരിലും അറിയപ്പെടുന്നു, സിംഗരേണി. മഹാരാഷ്ട്ര പ്രധാന പ്രദേശങ്ങൾ ചന്ദ്രപൂർ, വർദ്ധവാലി. ഈ സംസ്ഥാനങ്ങളിലെ ഗോണ്ട്വാന കൽക്കരി പാടങ്ങളാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം കൽക്കരി ഉൽപ്പാദനത്തിനും കാരണം. കൂടാതെ തമിഴ്നാട്ടിലെ നെയ്വേലി, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയുടെ നിക്ഷേപവും കാണപ്പെടുന്നു. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന പ്രദേശങ്ങൾ റാണിഗഞ്ച്, ഝാരിയ, ധൻബാദ്, ബൊക്കാറോ എന്നിവയൊക്കെയാണ്. പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ശേഖരവും ഉൽപ്പാദനമുള്ള സംസ്ഥാനം. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കൽക്കരി ഖനികളാണ് ഝാരിയ, ബൊക്കാറോ, ധൻബാദ്, ഗിരിദിഹ്, കാൺപൂർ എന്നിവ. ഒഡീഷ സംസ്ഥാനത്തിലെ താൽച്ചർ, ഹിംഗിർ, രാംപൂർ. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ കോർബ, റായ്ഗഡ്, സർഗുജ. പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയായ റാണിഗഞ്ച്. മധ്യപ്രദേശിലെ സിംഗ്രൗളി, സുഹാഗ്പൂർ. തെലങ്കാനയിലെ ഗോദാവരി വാലി കോൾഫീൽഡ്സ്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ, വർദ്ധവാലി എന്നിവയൊക്കെയാണ് പ്രധാന പ്രദേശങ്ങൾ. ഈ സംസ്ഥാനങ്ങളിലെ ഗോണ്ട്വാന കൽക്കരി പാടങ്ങളാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം കൽക്കരി ഉൽപ്പാദനത്തിനും കാരണം. കൂടാതെ തമിഴ്നാട്ടിലെ നെയ്വേലി, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയുടെ നിക്ഷേപവും കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപ്പാദകർ ആരാണ്? നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് NTPC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപ്പാദകർ. NTPയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. NTPC ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ കമ്പനിയും ഏറ്റവും വലിയ പൊതുമേഖലാ താപവൈദ്യുതി ഉൽപ്പാദകരുമാണ്. ഇന്ത്യയിലെ പല വലിയ താപവൈദ്യുത നിലയങ്ങളും, ഉദാഹരണത്തിന് വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ, ഇന്ത്യയിലെ വലിയ താപവൈദ്യുത നിലയങ്ങളും ഇവരാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 25% ഇവർ സംഭാവന ചെയ്യുന്നു. ഇതിനു പുറമെ മറ്റ് സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളും സ്വകാര്യ കമ്പനികളായ ടാറ്റ പവർ, അദാനി പവർ എന്നിവരും ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുതി ഉൽപ്പാദകരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപ്പാദകരാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. NTPയുടെ ആസ്ഥാനം ന്യൂഡൽഹി. NTPC ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ കമ്പനിയും ഏറ്റവും വലിയ പൊതുമേഖലാ താപവൈദ്യുതി ഉൽപ്പാദകരുമാണ്. NTPCക്ക് പുറമെ മറ്റ് സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളും സ്വകാര്യ കമ്പനികളായ ടാറ്റ പവർ, അദാനി പവർ എന്നിവരും ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുതി ഉൽപ്പാദകരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്? വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ. വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. മധ്യപ്രദേശിലെ സിംഗ്രൗളി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ NTPCയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന താപവൈദ്യുത നിലയമാണിത്. കൽക്കരിയാണ് ഇവിടെ പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ മധ്യപ്രദേശിലെ സിൻഗ്രൗളി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. NTPCയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കൽക്കരിയാണ് പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. വിവിധ ഊർജ്ജ സ്രോതസ്സുകളായ താപവൈദ്യുതി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്നിവയുടെ ഉൽപ്പാദനം സംയോജിപ്പിച്ചാണ് ഗുജറാത്ത് ഈ സ്ഥാനത്തെത്തിയത്. ഗുജറാത്തിന് പിന്നാലെ മഹാരാഷ്ട്രയും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. തൊട്ടുപിന്നാലെ മഹാരാഷ്ട്രയും രാജസ്ഥാനുമാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. വൈദ്യുതി മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ മഹാരാഷ്ട്രയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് തൊട്ടുപിന്നിൽ വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
താപവൈദ്യുതി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥാനം? 1-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. തൊട്ടു പിന്നാലെയുള്ള സ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? ഹുസൈൻ സാഗർ തെർമൽ പവർ സ്റ്റേഷൻ. ഹുസൈൻ സാഗർ തെർമൽ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1920 അന്നത്തെ ഹൈദരാബാദിലെ 7ാമത്തെ നിസാമാണ് ഇത് തുറന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയവും ഏഷ്യയിലെ ആദ്യത്തെ പൾവറൈസ്ഡ് ഫ്യൂവൽ താപവൈദ്യുത നിലയവുമായിരുന്നു. ഈ നിലയം 1972 വരെ പൂർണ്ണമായി പ്രവർത്തിക്കുകയും 1995 പൊളിച്ചു മാറ്റുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ഹുസൈൻ സാഗർ തെർമൽ പവർ സ്റ്റേഷൻ. തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ കരയിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയവും ഏഷ്യയിലെ ആദ്യത്തെ പൾവറൈസ്ഡ് ഫ്യൂവൽ താപവൈദ്യുത നിലയവും ഇതായിരുന്നു. ലിഗ്നൈറ്റ് എന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? നെയ്വേലി താപവൈദ്യുത നിലയം. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷനാണ് ലിഗ്നൈറ്റ് എന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആഭ്യന്തരമായി ഈ ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിലയം സ്ഥാപിച്ചത്. ലിഗ്നൈറ്റ് എന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1948. 1948 AEC ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നീട് 1958 മാർച്ച് 1 ആണവോർജ വകുപ്പിന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി DAEക്ക് കീഴിൽ കൂടുതൽ സാമ്പത്തിക നിർവഹണാധികാരങ്ങളോടെ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1948 ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നീട് 1958 മാർച്ച് 1 ആണവോർജ വകുപ്പിന് കീഴിൽ കൂടുതൽ സാമ്പത്തിക നിർവഹണാധികാരങ്ങളോടെ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ ആണവോർജ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി DAE നിലവിൽ വന്നത് 1954. 1954 ഇന്ത്യൻ ആണവോർജ വകുപ്പ് നിലവിൽ വന്നത്. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയിലുള്ള ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെയാണ് ഈ വകുപ്പ് സ്ഥാപിക്കപ്പെട്ടത്. അറ്റോമിക് എനർജി കമ്മീഷൻ AEC ആദ്യമായി രൂപീകരിച്ചത് 1948 ഈ കമ്മീഷന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും ആണവ പരിപാടികൾ വിപുലീകരിക്കുന്നതിനുമായിട്ടാണ് പിന്നീട് 1954 പ്രത്യേകമായി ആണവോർജ വകുപ്പ് നിലവിൽ വന്നത്. ഇന്ത്യൻ ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷം 1954. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. യുറേനിയവും തോറിയവുമാണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ധാതുക്കൾ. യുറേനിയം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ അസംസ്കൃത വസ്തു. പ്രധാനമായും യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ വിഭജന പ്രക്രിയയ്ക്ക് ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുന്നത്. യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ് പ്രധാനമായും ആണവ നിലയങ്ങളിൽ ന്യൂക്ലിയർ ഫിഷൻ വിഭജന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, മേഘാലയ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. തോറിയം. ഇന്ത്യയിൽ തോറിയത്തിൻ്റെ വലിയ ശേഖരമുണ്ട്. ഭാവിയിലെ ആണവ ഇന്ധനമായി ഇതിനെ കണക്കാക്കുന്നു. ഇന്ത്യയുടെ ത്രിതല ആണവ പരിപാടി 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം തോറിയം ഉപയോഗപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം കാണപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലാണ്. ഇവിടുത്തെ മോണോസൈറ്റ് മണലിലാണ് തോറിയം ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. കേരളത്തെ കൂടാതെ തോറിയം നിക്ഷേപം ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തോറിയം കാണപ്പെടുന്നത്. ഇവിടുത്തെ മോണോസൈറ്റ് മണലിലാണ് തോറിയം ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കളാണ് യുറേനിയവും തോറിയവും. പ്രധാനമായും യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം കാണപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലാണ്.
ഇന്ത്യയിൽ ഏറ്റവും സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന തീരപ്രദേശങ്ങൾ കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ എന്നിവയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപങ്ങളിലൊന്ന് കേരളത്തിൻ്റെ തീരമണലിലാണ് കാണപ്പെടുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം മോണോസൈറ്റ് ശേഖരത്തിൻ്റെ അളവ് അനുസരിച്ച് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം മോണോസൈറ്റ് ശേഖരത്തിൻ്റെ അളവ് അനുസരിച്ച് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിലും ഗണ്യമായ തോതിൽ മോണോസൈറ്റ് നിക്ഷേപങ്ങളുണ്ട്. ഈ മോണോസൈറ്റ് മണലുകളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും ആണവോർജ്ജത്തിന് ഉപയോഗിക്കുന്ന തോറിയം വേർതിരിച്ചെടുക്കുന്നത്. കേരള തീരത്താണ് ഏറ്റവും ഉയർന്ന സാന്ദ്രതയിൽ മോണോസൈറ്റ് കാണപ്പെടുന്നതെങ്കിലും മൊത്തം ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന തീരപ്രദേശങ്ങൾ കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപങ്ങളിൽ ഒന്ന് കേരളത്തിൻ്റെ തീരദേശ മണലിലാണ് കാണപ്പെടുന്നത്. കേരള തീരത്താണ് ഏറ്റവും ഉയർന്ന സാന്ദ്രതയിൽ മോണോസൈറ്റ് കാണപ്പെടുന്നതെങ്കിലും മൊത്തം ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ വൈദ്യുത നിലയം ആണിത്. മഹാരാഷ്ട്രയിലെ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. പ്രവർത്തനം ആരംഭിച്ചത് 1969. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം കൂടംകുളം ആണവോർജ്ജ നിലയം. കൂടംകുളം ആണവോർജ്ജ നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയത്തിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും പാരിസ്ഥിതിക ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി കൂടംകുളം ആണവ നിലയത്തിനെതിരായ ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രധാന നേതാവായിരുന്നു SP ഉദയകുമാർ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂടംകുളം ആണവോർജ്ജ നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം. ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയം. യുറേനിയമാണ് ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനം. സാധാരണയായി യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ് ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ ചില പ്രത്യേകതരം റിയാക്ടറുകളിൽ പ്ലൂട്ടോണിയം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയുടെ ഭാവി ആണവ പദ്ധതികളിൽ തോറിയം ഇന്ധനമായി ഉപയോഗിക്കാനുള്ള ഗവേഷണങ്ങളും വികസനവും നടക്കുന്നുണ്ട്. ഈ ഇന്ധനങ്ങൾ ആണവ നിലയങ്ങളിൽ നിയന്ത്രിത വിഭജന പ്രക്രിയ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷനിലൂടെ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ താപം ഉപയോഗിച്ചാണ് ടർബൈനുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയമാണ്. സാധാരണയായി യുറേനിയം 235 എന്ന ഐസോട്ടോപ്പാണ് ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ ചില പ്രത്യേകതരം റിയാക്ടറുകളിൽ പ്ലൂട്ടോണിയം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയുടെ ഭാവി ആണവ പദ്ധതികളിൽ തോറിയം ഇന്ധനമായി ഉപയോഗിക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ആണവ വൈദ്യുതി വികസനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യം റഷ്യ. റഷ്യയാണ് ഇന്ത്യയുടെ ആണവ വൈദ്യുതി വികസനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യം. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവോർജ്ജ നിലയം റഷ്യൻ സാങ്കേതിക വിദ്യയുടെയും സഹായത്തിൻ്റെയും ഫലമാണ്. കൂടാതെ 1990 മുതൽ ഇന്ത്യയിലേക്കുള്ള പ്രധാന ആണവ ഇന്ധനം യുറേനിയത്തിൻ്റെ വിതരണക്കാരും റഷ്യയാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയമായ താരാപൂർ നിലയം സ്ഥാപിക്കുന്നതിൽ അമേരിക്ക വലിയ സഹായം നൽകിയിരുന്നു. 2008 ഇന്ത്യ US ആണവ കരാറിന് ശേഷം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ 6 പുതിയ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ അമേരിക്ക താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജയ്താൽപൂർ ആണവ നിലയം സ്ഥാപിക്കുന്നതിനായി ഫ്രാൻസുമായും ഇന്ത്യക്ക് കരാറുണ്ട്. ഇന്ത്യയുടെ ആണവ വൈദ്യുത വികസനത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന രാജ്യം റഷ്യയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവോർജ്ജ നിലയം റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. 1990 മുതൽ ഇന്ത്യയിലേക്കുള്ള പ്രധാന ആണവ ഇന്ധനമായ യുറേനിയത്തിൻ്റെ വിതരണക്കാരും റഷ്യയാണ്.
റഷ്യയെ കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയമായ താരാപൂർ നിലയം സ്ഥാപിക്കുന്നതിൽ അമേരിക്ക വലിയ സഹായം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ നിലയം സ്ഥാപിക്കുന്നതിനായി ഫ്രാൻസുമായും ഇന്ത്യക്ക് കരാറുകളുണ്ട്. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നത് ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയായിരുന്നു. ഇന്ത്യൻ ആണവോർജ്ജ പരിപാടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം 1948 ഓഗസ്റ്റ് 10 കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ മുതൽ അതിൻ്റെ അധ്യക്ഷനായിരുന്നു. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ. അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ ആണവോർജ്ജ പരിപാടിയുടെ പിതാവ് എന്ന പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം ഏതാണ്? അപ്സര. അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ. ആദ്യത്തെ ആണവ ഗവേഷണ നിലയം അപ്സര മുംബൈയിലെ ട്രോംബെയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഭ ആണവ ഗവേഷണ കേന്ദ്രത്തിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 1956 ഓഗസ്റ്റ് 4 ഇത് പ്രവർത്തനക്ഷമമായി. ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ കൂടിയാണിത്. ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഈ റിയാക്ടറിന് അപ്സര എന്ന പേര് നൽകിയത്. ആണവ ഭൗതികം, വികിരണ രസതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ ഗവേഷണങ്ങൾക്കും റേഡിയോ ഐസോട്ടോപ്പുകളുടെ നിർമ്മാണത്തിനുമായാണ് ഈ റിയാക്ടർ ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ അപ്സരയാണ്. മുംബൈയിലെ ട്രോംബെയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഭ ആണവ ഗവേഷണ കേന്ദ്രം ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ BARCയിലാണ് ഇത് സ്ഥാപിച്ചത്. 1956 ഓഗസ്റ്റ് 4 ഇത് പ്രവർത്തനക്ഷമമായി. ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ കൂടിയാണിത്. ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ റിയാക്ടറിന് അപ്സര എന്ന പേര് നൽകിയത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥാപിതമായ തീയതി 1954 ജനുവരി 3. 1954 ജനുവരി 3 ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ BARC സ്ഥാപിതമായത്. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ട്രോംബെ AEET എന്നായിരുന്നു ആദ്യത്തെ പേര്. ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയായിരുന്നു ആദ്യത്തെ ചെയർമാൻ. പിന്നീട് 1966 ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയുടെ അകാല മരണശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1967 ജനുവരി 22 ഈ സ്ഥാപനത്തെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ആസ്ഥാനം മുംബൈയിലെ ട്രോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥാപിതമായത് 1954 ജനുവരി 3. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ട്രോംബെ AEET എന്നായിരുന്നു ആദ്യത്തെ പേര്. ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയായിരുന്നു ആദ്യ ചെയർമാൻ. പിന്നീട് 1966 ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയുടെ അകാല മരണശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1967 ജനുവരി 22 ഈ സ്ഥാപനത്തെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ആസ്ഥാനം മുംബൈയിലെ ട്രോംബെ. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം 1957 ജനുവരി 20. 1957 ജനുവരി 20 ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പരീക്ഷണശാലകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങൾ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ട്രോംബെ എന്ന പേരിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1957 ജനുവരി 20 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന പരീക്ഷണശാലകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങൾ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ട്രോംബെ എന്ന പേരിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണ്? കാമിനി. കൽപ്പാക്കം മിനി റിയാക്ടർ കാമിനി എന്നറിയപ്പെടുന്ന റിയാക്ടറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. 1985 ഇത് പ്രവർത്തനക്ഷമമായത്. ഇത് പ്രധാനമായും യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില റിയാക്ടറുകളിൽ ഒന്നാണ്. വലിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഇന്ത്യ നിർമ്മിക്കുന്ന മറ്റൊരു പ്രധാന ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ PFBR പ്രോട്ടോടൈപ്പ്
ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കൽപ്പാക്കത്ത് നിർമ്മാണ ഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറാണ് കാമിനി കൽപ്പാക്കം മിനി റിയാക്ടർ. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1985 ഇത് പ്രവർത്തനക്ഷമമായത്. യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ചുരുക്കം റിയാക്ടറുകളിൽ ഒന്നാണ് ഇത്. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL നിലവിൽ വന്നത് 1987. 1987 ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത്. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആണവോർജ വകുപ്പിന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി DAEക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയിലെ വാണിജ്യ ആണവ വൈദ്യുത നിലയങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, പ്രവർത്തനം, പരിപാലനം എന്നിവയാണ് പ്രധാന ചുമതലകൾ. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് 1987. ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ജയ്താപൂർ ആണവ നിലയമാണ് ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് കമ്പനിയായ EDFും ഇന്ത്യൻ കമ്പനിയായ NPCILും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായുള്ള പവർ പ്ലാന്റാണിത്. ഫ്രാൻസിൻ്റെ അത്യാധുനിക യൂറോപ്യൻ പ്രഷറൈസ്ഡ് റിയാക്ടറുകൾ EPRS ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പൂർത്തിയാകുമ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയങ്ങളിൽ ഒന്നായി മാറും. ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ജയ്താപൂർ ആണവ വൈദ്യുത നിലയം. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18. 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത്. ഈ ദൗത്യത്തിന് നൽകിയിരുന്ന രഹസ്യനാമം സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിലാണ് പരീക്ഷണം നടന്നത്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ പ്രധാന ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജാരാമണ്ണ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന തീയതി 1974 മെയ് 18. ഈ ദൗത്യത്തിന് നൽകിയിരുന്ന രഹസ്യനാമം സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിലായിരുന്നു പരീക്ഷണം നടന്നത്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ പ്രധാന ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജാരാമണ്ണയായിരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് 1998. 1998 ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത്. 1998 മെയ് 11, മെയ് 13 എന്നീ ദിവസങ്ങളിലായി 5 ആണവ പരീക്ഷണങ്ങളാണ് നടത്തിയത്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ തന്നെയായിരുന്നു പരീക്ഷണം. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു പേര്. പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ പ്രധാന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് 1998. 1998 മെയ് 11, മെയ് 13 എന്നീ ദിവസങ്ങളിലായി 5 ആണവ പരീക്ഷണങ്ങളാണ് നടത്തിയത്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ തന്നെയായിരുന്നു പരീക്ഷണം നടന്നത്. രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ പേര് ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ പ്രധാന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IGMDP, ഇതിൻ്റെ പിന്നിലെ പ്രധാന സൂത്രധാരൻ അദ്ദേഹമായിരുന്നു. പൃഥ്വി, അഗ്നി, ആകാശ്, നാഗ്, ത്രിശൂൽ തുടങ്ങിയ മിസൈലുകളുടെ വികസനത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകൾ കാരണമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടിയുടെ പിന്നിലെ പ്രധാന സൂത്രധാരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ.
ദേശീയ സാങ്കേതിക ദിനം നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്നത് മെയ് 11. മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. 1998 മെയ് 11 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ വിജയകരമായി നടത്തിയ രണ്ടാം ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തിയുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് ഈ ദിനം സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. അതോടൊപ്പം തദ്ദേശീയമായി നിർമ്മിച്ച ഹൻസ 3 എന്ന വിമാനം വിജയകരമായി പരീക്ഷിച്ചതിലും തൃശൂൽ മിസൈൽ പരീക്ഷിച്ചതും ഇതേ ദിവസമാണ്. ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് 11. രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ വിജയകരമായി നടത്തിയ രണ്ടാം ആണവ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിലെമ്പാടുമുള്ള അതിവിശാലമായ വൈദ്യുതി പ്രസരണ ശൃംഖലയുടെ നടത്തിപ്പും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് വൈദ്യുതി കൈമാറ്റം ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന സൗകര്യവും കൈകാര്യം ചെയ്യുന്നത് ഈ സ്ഥാപനമാണ്. വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA നിലവിൽ വന്നത് 1957. 1957 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത്. ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ആണവോർജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, അതേസമയം അത് സൈനിക ആവശ്യങ്ങൾക്കായി ആണവായുധങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് 1957 ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ആസ്ഥാനം. ഭൂമിക്കടിയിലെ ചൂട് നീരുറവകൾ അഥവാ ചൂടുള്ള നീരാവി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഭൗമതാപോർജം. ഭൂമിക്കടിയിലെ ചൂട് നീരുറവകൾ അഥവാ ചൂടുള്ള നീരാവി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഭൗമതാപോർജം അല്ലെങ്കിൽ ജിയോ തെർമൽ എനർജി എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉള്ളിലെ മാഗ്മയുടെ സാമീപ്യം കാരണം ചൂട് പിടിച്ച പാറക്കെട്ടുകളിലൂടെ വെള്ളം കടന്നു പോകുമ്പോൾ നീരാവിയോ ചൂടുവെള്ളമോ ഉണ്ടാകുന്നു. ഈ നീരാവി ടർബൈനുകൾ പ്രവർത്തിപ്പിക്കാനും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ മണികരൻ, ലഡാക്കിലെ പുഗാവാലി എന്നിവിടങ്ങളിൽ ഇത്തരം ഊർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനും പദ്ധതികൾ ഉണ്ട്. ഭൂമിയിലെ ചൂട് നീരുറവകൾ അഥവാ ചൂടുള്ള നീരാവി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ജിയോ തെർമൽ എനർജി, ഭൗമതാപോർജം. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദന ശേഷിയിൽ ഗുജറാത്ത് തമിഴ്നാടിനെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ കാറ്റാടിപ്പാടമായ മുപ്പന്തൽ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും മൊത്തം സ്ഥാപിത ശേഷിയിൽ ഗുജറാത്താണ് മുന്നിൽ നിൽക്കുന്നത്. ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ കാറ്റാടിപ്പാടം മുപ്പന്തൽ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണെങ്കിലും മൊത്തം സ്ഥാപിത ശേഷിയിൽ ഗുജറാത്താണ് മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ്? കഞ്ചിക്കോട്, രാമക്കൽമേട്, അട്ടപ്പാടി, അഗളി. കഞ്ചിക്കോട്, രാമക്കൽമേട്, അട്ടപ്പാടി, അഗളി എന്നിവയാണ് കേരളത്തിലെ പ്രധാന കാറ്റാടി ഫാമുകൾ. കാഞ്ഞിരക്കുളം അഥവാ കഞ്ചിക്കോട് കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ കാറ്റാടി ഫാമും ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ കാറ്റാടി ഫാമും കഞ്ചിക്കോട് കാറ്റാടി ഫാമാണ്. പാലക്കാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയുടെ ആദ്യത്തെ കാറ്റാടി പദ്ധതിയാണിത്. സ്വകാര്യ കമ്പനികളുടെ നിലയങ്ങളും ഇവിടെയുണ്ട്. രാമക്കൽമേട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരവധി കാറ്റാടി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള കാറ്റാടി പദ്ധതികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അഗളി, അട്ടപ്പാടി. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ഈ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ കമ്പനികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രധാനമായും ഉൽപ്പാദനം നടക്കുന്നത്.
കുടയത്തൂർ ഇടുക്കി ജില്ലയിലെ പൈലറ്റ് പ്രൊജക്റ്റുകളിൽ ഒന്നാണ് കുടയത്തൂർ. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ പ്രധാനമായും കഞ്ചിക്കോട്, രാമക്കൽമേട്, അട്ടപ്പാടി, അകലെ എന്നിവയൊക്കെയാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ കാറ്റാടി ഫാം കഞ്ചിക്കോട് കാറ്റാടി ഫാമാണ്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയുടെ ആദ്യത്തെ കാറ്റാടി പദ്ധതിയും ഇതാണ്. രാമക്കൽമേട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള കാറ്റാടി പദ്ധതികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അഗളി, അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ഈ കാറ്റാടി പാടം സ്ഥിതി ചെയ്യുന്നത്. കുടയത്തൂർ ഇടുക്കി ജില്ലയിലെ പൈലറ്റ് പ്രൊജക്ടുകളിൽ ഒന്നാണ്. അട്ടപ്പാടിയിൽ കാറ്റാടി പാടം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായി കേരള ഗവൺമെന്റ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 2014. 2014 അട്ടപ്പാടിയിൽ കാറ്റാടി പാടം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായി കേരള ഗവൺമെന്റ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരം പാലക്കാട് ജില്ലയിലെ നല്ലസിംഗം, കോട്ടത്തറ പ്രദേശങ്ങളിലായി 82 മെഗാവാട്ട് ശേഷിയുള്ള കാറ്റാടി പദ്ധതി വികസിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടത്. എങ്കിലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കാരണം പദ്ധതി പിന്നീട് പൂർണ്ണമായി നടപ്പിലായില്ല. പിന്നീട് 2017 8 മെഗാവാട്ടിന്റെ ഒരു ചെറിയ വിൻഡ് ഫാം സ്ഥാപിക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയും ഗോത്രവർഗക്കാർക്ക് ലാഭവിഹിതം പങ്കുവയ്ക്കുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അട്ടപ്പാടിയിലെ കാറ്റാടി പാടം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായി കേരള ഗവൺമെന്റ് ഉടമ്പടി ഒപ്പുവെച്ചത് 2014. ഇന്ത്യയിൽ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി വേവ് എനർജി പ്രൊജക്ട് ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ വിഴിഞ്ഞം പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി വേവ് എനർജി പ്രൊജക്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ഹാർബറിനടുത്താണ് ഇത് സ്ഥാപിച്ചത്. 1991 ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇതൊരു പൈലറ്റ് പ്ലാന്റ് അഥവാ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ഒരു പദ്ധതിയായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് ഈ പദ്ധതി വികസിപ്പിച്ചത്. ഓസിലേറ്റിംഗ് വാട്ടർ കോളം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ പ്ലാന്റ് പിന്നീട് സാങ്കേതിക പ്രശ്നങ്ങളും പരിപാലന ചെലവും കാരണം പ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും ഇന്ത്യയിലെ തിരമാല ഊർജ ഗവേഷണത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ പദ്ധതി വേവ് എനർജി പ്രൊജക്ട് കേരളത്തിലെ വിഴിഞ്ഞം പ്രൊജക്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ഹാർബറിനടുത്താണ് ഇത് സ്ഥാപിച്ചത്. 1991 ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് IIT മദ്രാസ് ആണ് ഈ പദ്ധതി വികസിപ്പിച്ചത്. ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കുകളിൽ ഒന്നായ ഭാദ്ല സോളാർ പാർക്ക് രാജസ്ഥാനിലെ ജോധ്പൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി പ്രദേശങ്ങളും വർഷം മുഴുവനുമുള്ള കഠിനമായ സൂര്യപ്രകാശ ലഭ്യതയുമാണ് സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ഈ സംസ്ഥാനത്തെ മുന്നിലെത്തിച്ചത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക എന്നിവയാണ് തൊട്ടു പിന്നിൽ വരുന്ന മറ്റ് പ്രധാന സൗരോർജ്ജ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കുകളിൽ ഒന്നായ ഭാദ്ല സോളാർ പാർക്ക് രാജസ്ഥാനിലെ ജോധ്പൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടുപിന്നിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക എന്നിവയാണ് മറ്റു പ്രധാന സൗരോർജ്ജ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ ആദ്യത്തെ വലിയ തോതിലുള്ള ലാർജ് സ്കെയിൽ സൗരോർജ്ജ പാർക്ക് ഏതാണ്? ചരങ്ക സോളാർ പാർക്കാണ് ഇന്ത്യയിലെ ലാർജ് സ്കെയിൽ സൗരോർജ്ജ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ ലാർജ് സ്കെയിൽ സൗരോർജ്ജ പാർക്ക് ഗുജറാത്തിലെ പാടൻ ജില്ലയിലെ ചരങ്ക ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. 2012 ജനുവരിയിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഇത് ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സോളാർ പാർക്ക്, ഇന്റഗ്രേറ്റഡ് സോളാർ പാർക്കാണിത്. ഒരേ സ്ഥലത്ത് സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ തോതിലുള്ള ലാർജ് സ്കെയിൽ സൗരോർജ്ജ പാർക്കാണ് ചരങ്ക സോളാർ പാർക്ക്. ഗുജറാത്തിലെ പാട്ടൻ ജില്ലയിലെ ചരങ്ക ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. 2012 ജനുവരിയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഇത് രാജ്യത്തിന് ഔദ്യോഗികമായി സമർപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സോളാർ പാർക്കാണിത്. ഒരേ സ്ഥലത്ത് സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്?
പെരുമാട്ടി. പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലാണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്തിലെ ഭൂരിഭാഗം വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അധികമുള്ള വൈദ്യുതി KSEB ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നു. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി, പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ഏതാണ്? ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പാർക്ക്. ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ്. മധ്യപ്രദേശിലെ കാണ്ഡ്വ ജില്ലയിൽ നർമ്മദ നദിക്ക് കുറുകെയുള്ള ഓംകാരേശ്വർ അണക്കെട്ടിന്റെ ജലസംഭരണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുമ്പ് തെലങ്കാനയിലെ രാമഗുണ്ടത്ത് NTPC സ്ഥാപിച്ച 100 മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലുത്. കേരളത്തിലെ വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ ഒരു ചെറിയ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ആദ്യകാലത്ത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ആണ് ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പാർക്ക്. മധ്യപ്രദേശിലെ ഖാണ്ഡ്വ ജില്ലയിൽ നർമ്മദ നദിക്ക് കുറുകെയുള്ള ഓംകാരേശ്വർ അണക്കെട്ടിന്റെ ജലസംഭരണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് തെലങ്കാനയിലെ രാമഗുണ്ടത്ത് NTPC സ്ഥാപിച്ച 100 മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ് ആണ്. കേരളത്തിലെ വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ ഒരു ചെറിയ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ആദ്യകാലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, സിയാൽ. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ നെടുമ്പാശ്ശേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2015 ഓഗസ്റ്റ് 18 വിമാനത്താവളം പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഈ നേട്ടത്തിന് 2018 ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരവും ലഭിച്ചിരുന്നു. ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ നെടുമ്പാശ്ശേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2015 ഓഗസ്റ്റ് 18 വിമാനത്താവളം പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഈ നേട്ടത്തിന് 2018 ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരവും ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ റെയിൽവേ സ്റ്റേഷൻ. അസം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2017 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഈ സ്റ്റേഷൻ പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പായിരുന്നു ഈ പദ്ധതി. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. അസം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. 2017 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഈ സ്റ്റേഷൻ പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പായിരുന്നു ഈ പദ്ധതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.